നമസ്കാരം. ഞാൻ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് മഞ്ജു ബിജു. കഴിഞ്ഞ 5 വർഷമായിട്ട് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണക്കാര ജനങ്ങളായിരുന്നു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഭരണസമിതി മുൻതൂക്കം കൊടുത്ത സാധാരണക്കാര ജനങ്ങളുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതോടൊപ്പം തന്നെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി വന്നതിൽ ചെയ്യാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയാൻ സാധിക്കുന്ന പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. പൊതുജനങ്ങൾക്ക് അത്യാധുനിക രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് തുറന്നു കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യമായ ഒരു കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി തീർത്ത് സാധാരണക്കാര ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളായിരുന്നു. ആ കമ്മ്യൂണിറ്റി ഹാളിന്റെ പദ്ധതി പൂർണ്ണമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. അതുപോലെ തന്നെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തില് ഭിന്നശേഷിപ്പെട്ട കുട്ടികൾക്ക് ഒരു ബഡ് സ്കൂള് പ്രവർത്തനം തുടങ്ങുവാൻ സാധിച്ചു. അത് നേരത്തെ കെട്ടിടം ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും അതിന് പ്രവർത്തനക്ഷമമായ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടില്ലായിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമുക്ക് ഏകദേശം ഒരു 50ഓളം ഭിന്നശേഷിപ്പെട്ട കുട്ടികൾ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. അത് ആഴ്ചയിൽ 5 കുട്ടികളെ വീതം ആ ബഡ് സ്കൂളിൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ബഹുമാന്യ PT ഉഷ MP ദത്തെടുത്ത മൂലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. പള്ളിക്കത്തോടില് സ്കൂള്, ഓപ്പൺ ജിമ്മ്, അതുപോലെ പാലിയേറ്റീവുകാർക്ക് ഉപകരണങ്ങൾ, കൂടാതെ ഒരു സ്മാർട്ട് അംഗൻവാടി, ഓപ്പൺ ജിമ്മ്, ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ മിനിമാസ് ലൈറ്റുകൾ എല്ലാം പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാൻ സാധിച്ചു. കൂടാതെ ഒരു 60 ലക്ഷത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രോജക്റ്റായി നിലവിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ഒരു 80% പൂർത്തിയാക്കാൻ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. അതുപോലെ വാർഡിൽ ഏകദേശം മുഴുവൻ വാർഡുകളിലും ഒരു 18 അംഗൻവാടിയുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അംഗൻവാടികളെല്ലാം വളരെ ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഈ 18 അംഗൻവാടികൾ സ്മാർട്ടാക്കാൻ സാധിച്ചു. അതുപോലെ പുതിയ അംഗൻവാടികൾ പ്രോജക്റ്റ് വെച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. കൂടാതെ പാലിയേറ്റീവുകാർക്ക് ഒരുപാട് ഉപകരണങ്ങൾ PT ഉഷയുടെ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തി ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ പാലിയേറ്റീവുകാർക്ക് കൊടുക്കാൻ സാധിച്ചത് അത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ മാത്രമല്ല, കോട്ടയം ജില്ലയിലെ തന്നെ ഒരുപാട് പഞ്ചായത്തുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ക്യാമ്പ് നടത്തിയാണ് ഈ പാലിയേറ്റീവുകാർക്ക് ഉപകരണം നൽകാൻ സാധിച്ചത്. അതും PT ഉഷയുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമുക്ക് പള്ളിക്കത്തോട് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഈ ഭരണസമിതി വന്നതിന് ശേഷം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിമത ഭേദമെന്നെ എല്ലാ ജനങ്ങളിലേക്കും, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അപ്പൊ ഈ നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന 5 വർഷവും സാധാരണക്കാര ജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തി കൊടുക്കാൻ ഈ ഭരണസമിതി എന്നും മുൻതൂക്കം എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഭരിച്ചിരിക്കുന്ന ഭരണസമിതി തന്നെ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഈ 15 NDAയുടെ 15 മത്സരാർത്ഥികളാണ് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്നത്, അതുപോലെ ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും. അപ്പൊ ഈ ഭരണസമിതി തന്നെ മുന്നോട്ട് വരികയാണ്, നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ സാധാരണക്കാർ ജനങ്ങളുടെ വികസനങ്ങൾക്കാണ് എന്നും ഈ ഭരണസമിതി മുൻതൂക്കം നൽകുന്നത്.